യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ ദൈവം സാഹചര്യങ്ങളെ മാറ്റും. എന്റെ യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ നാഥൻ വേദനകളെ മാറ്റും. മാറ്റും 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഉണ്ട്, കേട്ടിട്ടുണ്ട്. ിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. ഇപ്പോഴുള്ളതിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. വരുവാനുള്ളതോ കാണാനുള്ളതോ, വരുവാനുള്ളതോ കാണാനുള്ളതോ തേജസ്സിന്റെ നിത്യഘനമാണ്, തേജസ്സിന്റെ നിത്യഘനമാണ്. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഓ ഉണ്ട്, കേട്ടിട്ടുണ്ട്. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ഒക്ടോബർ 13 രാവിലെ 11 മണി മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം. TV പ്രേക്ഷക സംഗമം കാട്ടാക്കട ഒക്ടോബർ 15 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ദേവി ഓഡിറ്റോറിയം, കാട്ടാക്കട. TV പ്രേക്ഷക സംഗമം കോട്ടയം ഒക്ടോബർ 16 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി, റെഡ് ക്രോസ് ടവർ, നാഗമ്പടം ഓവർബ്രിഡ്ജിന് സമീപം, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ഒക്ടോബർ 17 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഒക്ടോബർ 20 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയിൽ നിറവിലായിരിക്കാൻ സമയുന്ന ഓരോ സമയത്തിനായും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് എങ്ങനെയാണ് എന്നെ നടത്തുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടം ഏതു വിധത്തിലാണ് എന്നെ ഗൈഡ് ചെയ്യുന്നത്? അവൻ എങ്ങനെയാണ് എന്നെ കരുതുന്നത്? കർത്താവിന് എന്നോടുള്ള ഉദ്ദേശം എന്താണ്, എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണ് എന്ന് എനിക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുന്നുവോ അതെൻ്റെ ലൈഫിൽ അനുഗ്രഹമാകുകയാണ്. എനിക്ക് വേണ്ടി കർത്താവ് ചിലത് ആക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എന്നെ സംരക്ഷിക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന്. ഞാനായിരിക്കുന്ന സകല കാര്യങ്ങളിലും എന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്നെ സഹായിക്കാനായിട്ട് ദൈവം തൻ്റെ ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സകല കാര്യങ്ങളും നന്നായി ചെയ്യുവാൻ കർത്താവ് തൻ്റെ ദൂതന്മാരെ എനിക്ക് വേണ്ടി ആക്കിയിട്ടുണ്ട്. എന്നാൽ അതിനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ, അവരെന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ, എന്തിനാണ് കർത്താവ് എനിക്ക് വേണ്ടി ദൂതന്മാരെ ആക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ, ഇതെൻ്റെ ലൈഫിൽ സക്സസ്സിനെ കൊണ്ടുവരുവാനിടയാകും. നിങ്ങളുടെ ലൈഫിലും ആ സക്സസ്സിൽ ജീവിക്കാൻ കഴിയട്ടെ. നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. ദൈവം എന്നെ ഗൈഡ് ചെയ്യുന്നത്, വിടുവിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ സഭയ്ക്ക് അറിയത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞായിട്ട് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ശ്രദ്ധിച്ചോ, ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ആ ചെവി സൗഖ്യമാകുമ്പോൾ മുമ്പ് എനിക്കുണ്ടായൊരു അനുഭവം ശ്രദ്ധിച്ചോ. ഞാൻ അങ്ങോട്ട് പുറകോട്ട് നടക്കുക, ഞാൻ എന്തിനെയോ ഹിറ്റ് ചെയ്തത് എനിക്ക് മനസ്സിലായി. ആ ഏഞ്ചലിന് എനിക്ക് വളരെ പരിചയമുള്ളയാൾ, അയാൾ എവിടെയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടോ അവിടെയെല്ലാം ചെവി സൗഖ്യമാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദൈവമല്ലേ സൗഖ്യമാക്കുന്നത്? ഞാൻ അതിന് വിരോധമൊന്നുമില്ല, ദൈവം സൗഖ്യം. പക്ഷെ എങ്ങനെയാണ് സൗഖ്യമാക്കുന്നത്? ദൈവത്തിന് ധാരാളം വഴികളുണ്ട്. അവൻ്റെ നാമമുണ്ട്, അവൻ്റെ വചനമുണ്ട്, അവൻ്റെ ശക്തിയുണ്ട്, അതേപോലെ അവന്റെ ഏഞ്ചൽസും ഉണ്ട്. കൂടെ എത്തിയെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ. ഇന്ന് പകൽ മുതൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഏഞ്ചൽസിനെ നിങ്ങൾക്കൊരു സന്ദർശനം ഉണ്ടാകാൻ പോവാം. How many of you believe? ഈ പകൽ മുതൽ ഒരു ചിലർക്ക് എൻകൗണ്ടേഴ്സ് ഉണ്ടാകാൻ പോകുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്?
ഹല്ലേലൂയ. ഇസ്രായേലിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മുമ്പായി പോകുമെന്ന് പറഞ്ഞു. പക്ഷെ അതോടൊപ്പം ദൈവം പറഞ്ഞു, കർത്താവ് മുമ്പിൽ പോകുമെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് അടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും, അവനല്ല മുമ്പിൽ പോയത്, അവന് പകരം അവൻ അയച്ചൊരു ദൂതനാ പോയത്. എന്തിനാ ദൂതൻ പോയത്? കനാന്യരുടെ കയ്യിൽ ഇരിക്കുന്നതിനെ തന്റെ കൈകളിലേക്ക് വരുത്തുവാൻ. ദൂതൻ നിങ്ങളോടാണ്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ചില ഏഞ്ചലിസ്റ്റ് ശുശ്രൂഷയുണ്ടോ? ഞാനൊന്നും കൂടെ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കുന്ന ഏഞ്ചലിക് വിസിറ്റേഷൻസ് ഉണ്ട്. ഞാൻ ഈ സഭയോട് പറയുക, ജൂലൈ മാസം സഭയ്ക്കുണ്ടാകുന്ന കാര്യങ്ങൾ, ഈ വരുന്ന ദിവസങ്ങളിൽ സഭയ്ക്കുണ്ടാകുന്ന കാര്യങ്ങൾ, കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു രാമേൻ പറ, ചേർന്ന് രാമേൻ പറ. ചിലരുടെ വാഗ്ദത്തങ്ങളിലേക്കുള്ള യാത്ര വേഗത്തിൽ സാധ്യമാകാൻ പോകുന്നു. I release some angels now. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന ദൈവം എന്നെ വാഗ്ദത്തത്തിലേക്ക് എത്തിക്കണേ. ഹൗ? അതിന് ഗൈഡ് ചെയ്യുന്ന ഏഞ്ചൽസ് ഉണ്ടോ? വാഗ്ദത്തത്തിൽ എത്തിക്കണമേ എന്ന് പറഞ്ഞ കനാന്റെ കയ്യിലിരിക്കുന്ന കനാനിയ അവകാശങ്ങളിൽ നിന്ന് അതിനെ തന്റെ കയ്യിലേക്ക് എത്തിക്കുന്ന ചില ഏഞ്ചൽസ് ഉണ്ട് എന്ന് പറഞ്ഞ ചില അവകാശങ്ങളെ നിന്റെ കയ്യിലെത്തിക്കുന്നവയുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അത് നിന്റെ കൈകളിൽ തരാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം നിന്റെ മുമ്പിൽ അയക്കുന്ന ഏഞ്ചൽസിനെ അത് നിന്റെ കൈകളിലേക്ക് എത്തിക്കാനായി കഴിയും. നിനക്ക് മുമ്പായി ഒരു ദൂതൻ കടന്നു പോകും. നമുക്കറിയാം, നിന്റെ കാൽ കല്ലിൽ മേൽ തട്ടാതെ അവൻ സൂക്ഷിക്കും. ആര് സൂക്ഷിക്കുമെന്നോ? ദൈവമാ സൂക്ഷിക്കുന്നേ. പക്ഷെ അതിനെ നിയോഗിക്കുന്ന ആരെയാ? ഭക്തന് ചുറ്റും പാളയം ഇറങ്ങി അവരെ സംരക്ഷിക്കുന്നു. ദൈവം സംരക്ഷിക്കുന്നേ. പക്ഷേ അതിനെ ഉപയോഗിക്കുന്ന ആരെയാ? ദൂതന്മാരെയാ. എന്റെ അകത്ത് വന്നൊരു കൺഫ്യൂഷൻ ഞാൻ പറയട്ടെ. ആർ യു ലിസണിങ് ടു മീ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഞാനൊരിക്കൽ ഏലിയാവിനെ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ ഇത് പറഞ്ഞിട്ടില്ല. ഏലിയാവിനെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഏലിയാവിന്റെ കൂടെ ഒരു ഏഞ്ചൽ ഉണ്ടായിരുന്നു. തന്നെ പിടിക്കാൻ വന്ന ആളുകൾ കൂടെ പോകണോ പോകണ്ടേ എന്ന് പറഞ്ഞത് ആ ദൂതനായിരുന്നു. ദൂതൻ പറഞ്ഞു, അവരെ പേടിക്കണ്ട, നിനക്ക് അവരുടെ കൂടെ പോകാം. എനിക്കൊരു ഡൗട്ട്, അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞേ. ഇത്രയും ശക്തനായി ദൈവശബ്ദം കേൾക്കുന്നയാളാ ഏലിയാവ്. ഭയങ്കരമായിട്ട് ആരുടെ ശബ്ദം കേൾക്കുന്നയാളാ സോളി? ഏലിയാവ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നയാളാ. ദൈവത്തിന്റെ ആത്മാവ് കൂടുള്ളപ്പോ ദൂതൻ വന്ന് പറഞ്ഞു കൊടുക്കണോ? പറ. ദൈവാത്മാവ് കൂടെ ഉള്ളപ്പോ ദൂതൻ വന്ന് പറഞ്ഞു കൊടുക്കണോ? അപ്പൊ ദൂതനോടാണോ ചോദിക്കണ്ടേ, ദൈവത്തോടാണോ ചോദിക്കണ്ടേ? Do you have a confusion like that? ദൂതനോടാണോ ചോദിക്കണ്ടേ, ദൈവത്തോടാണോ ചോദിക്കണ്ടേ, ആത്മാവോടാണോ ചോദിക്കണ്ടേ, കൂടെ നിൽക്കുന്ന ഏഞ്ചൽസിനാണോ? നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ സംശയം വന്നിട്ടുണ്ടോ? സംശയം വന്നിട്ടുള്ളവനോട് ഇത് പ്രസംഗിച്ചിട്ട് കാര്യമുള്ളതെന്നൊക്കെ എനിക്കറിയാം. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഞാൻ പ്രസംഗിക്കുവോ? എനിക്കൊരു കാര്യം മനസ്സിലായി, തൃത്വത്തിൽ മൂന്നാമൻ ഒരുവൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഏഞ്ചൽ എൻ്റെ കൂടെ ഉള്ളത്. നിങ്ങൾക്ക് പിടികിട്ടിയൊന്നും എനിക്കറിയത്തില്ല. ആരാ? തൃത്വത്തിൽ ഒരുവൻ. ആരാത്? ദൈവമായവൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഏഞ്ചലിക് സപ്പോർട്ട് എനിക്ക് ഉണ്ടായതുപോലും. എൻ്റെ കൂടെ ഉള്ളത് ദൈവവും എന്നെ സഹായിക്കുന്ന ഒരു ഏജന്റുമാ. അവൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് സഹായിയായിട്ട് ഇവനുള്ളതാ. എന്റെ കൂടെ ഉള്ളൊരു ഹല്ലേലൂയ പറ. ഇമ്പോർട്ടന്റ് എന്റെ കൂടെ നിൽക്കുന്നവനാ, അതുകൊണ്ട് സഹായിയായിട്ട് ഇവനുള്ളതാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? നിനക്ക് ദൈവത്തോട് സംസാരിക്കാം, അതിനാണ് പ്രയോറിറ്റി. പക്ഷെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ അവൻ ചെയ്യേണ്ടതിന്, അവൻ ചിലത് ചെയ്തെടുക്കേണ്ടതിന് അവൻ നിന്റെ കൂടെ ദൂതന്മാരെ ആക്കിയിട്ടുള്ളതാ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. പറഞ്ഞേ, എന്റെ കൂടെ മൂന്നാം തൃത്വത്തിൽ ഒരുവൻ ഉള്ളത് കൊണ്ട് ഏഞ്ചൽസ് എന്റെ കൂടെ നിൽക്കുന്നത്. ആരോ ഒരാളിനോട് ചോദിച്ചു, ബ്രദറെ, നമ്മൾ എന്ത് പറഞ്ഞാലും ദൂതന്മാർ ചെയ്യുവോ?
ഞാൻ എന്ത് പറഞ്ഞാലും, എല്ലാവരും പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞാലും. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ആ ഞാനാണ് പ്രശ്നം എന്ന് പറ. ആ ഞാനാണ് പ്രശ്നം എന്ന് പറ. കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പഴയത് കഴിഞ്ഞു പോയി, പുതിയതാണെല്ലാം. ഓ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാൻ അല്ല ജീവിക്കുന്ന അവനാണ് എന്ന് പറഞ്ഞ നീയാ സംസാരിക്കുന്നെങ്കിൽ അവൻ കേൾക്കത്തില്ല. നീ മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കേൾക്കാനായി തുടങ്ങും. ഏമേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, നീയാ സംസാരിക്കുന്നതെങ്കിൽ അവൻ കേൾക്കത്തില്ല. നീ മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ കേൾക്കുവാനിടയാകും. ഞാനാ സംസാരിക്കുന്നെങ്കിൽ അവൻ കേൾക്കത്തില്ല. പക്ഷെ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഞാൻ പറയുന്നത് കേൾക്കാനായി തുടങ്ങും. കാരണം ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനല്ല, ഞാനല്ല ജീവിക്കുന്നത്, അവനാണ് ജീവിക്കുന്നത്. ഞാനല്ല സംസാരിക്കുന്നത്, അവനാ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് എല്ലാം കേൾക്കുമോ എന്ന് ചോദിക്കുന്നതിന് മറുപടിയാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ കാരണം അവർ ജഡം കൊണ്ട് അതിനെ ഡീൽ ചെയ്യുന്നേ. അടുത്തിരിക്കുന്നവരോട് പറ, ജഡം കൊണ്ട് അവരതിനെ ഡീൽ ചെയ്യുന്നേ. സങ്കീർത്തനം 103 അതിന്റെ 20ാമത്തെ വാക്യം പറയുന്നത്, അവന്റെ വാക്കുകൾ നീ പറയാൻ തുടങ്ങിയാൽ അത് കേട്ടിട്ട് ആര് ചലിക്കാൻ തുടങ്ങും? ഞാൻ അവന്റെ വാക്കുകൾ പറയണം. കൈ അടിച്ചു ആമേൻ പറ, ശബ്ദം ഉയർത്ത് ഹല്ലേലൂയ പറ. നിങ്ങൾക്കറിയാമോ, ഒരു ദൂതനല്ല എനിക്കും ദൈവം അസൈൻ ചെയ്തിട്ടുള്ളത്. വേദപുസ്തകം പറയുന്നത് ന്യൂമറസ് ഏഞ്ചൽസ് എന്ന്. അതിന്റെ എണ്ണം പറയാൻ പറ്റാത്തോണ്ടാ അങ്ങനെ പറഞ്ഞത്. അസംഖ്യം എന്ന് എഴുതിപ്പോയി എന്ന് പറഞ്ഞ എണ്ണ ഇല്ലാത്ത ദൂതന്മാരുടെ മധ്യയിലാണ് ഞാൻ ജനിച്ചത്. ഇനി ഞാൻ ഒരു വാചകം പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവില്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയാൻ പോവാ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്താട്ടെ. ഞാൻ എന്ത് കാര്യത്തിനായി അസൈൻ ചെയ്യപ്പെട്ടു എന്ന് ഞാൻ അറിയുമ്പോൾ അതിനുവേണ്ടി നിയോഗിക്കപ്പെടുന്ന അസൈൻഡ് ആയ ഏഞ്ചൽസ് വെളിപ്പെടാൻ തുടങ്ങും. പറയാവോ ഞാൻ പറഞ്ഞത്? ഞാൻ എന്ത് കാര്യത്തിന് എന്നെ ദൈവം അസൈൻ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയണം. അപ്പോഴാണ് അതിനുവേണ്ടി അസൈൻ ചെയ്തിരിക്കുന്ന ദൂതന്മാർ എന്റെ കൂടെ ചലിക്കാനായി തുടങ്ങുന്നത്. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം അസൈൻ ചെയ്തത് കനാന്യ ദേശം പിടിച്ചു കൊടുക്കാനാ. അവരുടെ അസൈൻമെന്റ് അത് പിടിക്കുവാനുവാ. അയ്യോടാ, ഇസ്രായേൽ ജനത്തിന്റെ അസൈൻമെന്റ് എന്തോ തോളി കനാനെ സ്വന്തമാക്കണമെന്ന്. അത് അവര് റിസീവ് ചെയ്തത് എന്നാണോ അന്ന് അതിനു വേണ്ടിയുള്ള ഏഞ്ചലും റിലീസായി. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പർപ്പസ് അറിയത്തില്ലെങ്കിൽ ഒരു ഏഞ്ചലിക്ക് വിസിറ്റേഷനും ഇല്ല. ലേൺ പർപ്പസ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. അവിടെ ഇമ്പോർട്ടന്റ് ഹോളി സ്പിരിറ്റിനാ. ലേൺ പർപ്പസ് ഫ്രം ദ വേർഡ്. അവിടെ ഇമ്പോർട്ടന്റ് വേർഡിന്. ഇത് രണ്ടിൽ നിന്നും നിനക്ക് പർപ്പസ് വേണ്ടി കിട്ടിയ സ്വർഗം നിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായി തുടങ്ങും. കൊണ്ടുണ്ടെങ്കിൽ കൈ അടിക്കും ആമേൻ പറ. ചിലരുടെ അസൈൻമെന്റ് എന്താന്ന് ഗ്രഹിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ അവരോട് കൂടെ ചലിക്കുന്ന ഏഞ്ചൽസും ഉണ്ട്. ഭയങ്കരമാകട്ടെ ഇത് പറഞ്ഞ തീരെ. ചില ആളുകൾ ചോദിക്കും, സ്പിരിച്വൽ ആയ കാര്യത്തിന് മാത്രമേ എനിക്ക് അസൈൻമെന്റിന്റെ കൂടെ ദൈവദൂതന്മാർ നിൽക്കത്തുള്ളൂ. അങ്ങനെയല്ല. നിനക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം ചെയ്തെടുക്കണോ അതിനെല്ലാം ഹെൽപ്പേഴ്സ് ഉണ്ടാകും. എങ്ങനെ അറിയാം? അടുത്തിരിക്കുന്നവരോട് എങ്ങനെ അറിയാം? നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ സ്പിരിച്വലായ കാര്യത്തിന് മാത്രമല്ല പൈശാചിക പോരാട്ടം ഉള്ളത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, നിങ്ങളുടെ സ്പിരിച്വലായ കാര്യത്തിൽ മാത്രമല്ല എന്തുള്ളത്? നിങ്ങളുടെ ജീവിതത്തോട് മുഴുവൻ ആര് പോരാടുന്നേ? നിങ്ങൾ അറിയേണ്ടത് അങ്ങനൊരു ഗ്രൂപ്പ് ഓഫ് ഈവിൾ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നെങ്കിൽ അങ്ങനൊരു ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽസ് നിങ്ങൾക്കായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൻ സൈന്യങ്ങളുടെ ദൈവമാണ്.
അടുത്തിരിക്കുന്നവരോട് പറ, പിശാചിനെ സൈന്യങ്ങളുടെ പിശാച് എന്ന പേരില്ലെന്ന് പറ. പിശാചിന് സൈന്യങ്ങളുടെ പിശാച് എന്ന പേരില്ല. വീണുപോയ കുറച്ചു പേരെ അവിടെ കൂടെ ഉള്ളൂ. പക്ഷേ എന്റെ കൂടെ വീണുപോകാത്ത അസംഖ്യം ദൂതന്മാരാ ഉള്ളത്. അസംഖ്യം. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ പോരാട്ടത്തെയാ വലുതായി കാണുന്നേ, സപ്പോർട്ടിനെ വലുതായി കാണാറില്ല. പോരാട്ടത്തെക്കാൾ ഉപരി എന്റെ ഒപ്പം നിൽക്കുന്നവരെ കാണാം. കാല് കല്ലിൽ മേൽ തട്ടത്തില്ല. അടുത്തിരിക്കുന്ന 3-4 പേരോട് പറ, കാല് കല്ലിൽ മേൽ തട്ടത്തില്ല. എങ്ങനെയാ കാല് തട്ടാ പോകുന്നേ? നീ അസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നീ മൂവ് ചെയ്യുമ്പോ അതിനെ തടയാൻ ഒരാൾ വരത്തില്ല. No one can stop it. ദൈവം നിന്നെ പ്ലാൻ ചെയ്തിരിക്കുന്ന എവിടെയാണോ അവിടേക്ക് നീ മൂവ് ചെയ്യുമ്പോ അതിനെ അടയ്ക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല, വ്യക്തിക്കും കഴിയത്തില്ല. No one can. Thank you Jesus. No one can stop me. ഞാൻ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ പറയട്ടെ. ലീഡേഴ്സ് എന്റെ പുറകെ ഒന്ന് നിൽക്കാവോ? സഹോദരന്മാരെ, ലീഡേഴ്സ് എന്റെ പുറകെ ഒന്ന് നിൽക്കാവോ? സോളിവാ, ഞാനൊരു ഡിക്ലറേഷൻ പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ് വേൾഡ് ചർച്ചിനെ, ഹല്ലേലൂയ, ട്രിവാൻഡ്രം സിറ്റിയെ അല്ല, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിനെ അല്ല, കേരളത്തിനെ അല്ല, ഇന്ത്യയെ പിടിക്കാൻ ദൈവം അസൈൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടെ പറയാം, എനിക്ക് പറ, തുള്ളിച്ചാടോ, എനിക്ക് തുള്ളിച്ചാട്. It is assigned to catch India. ഇന്ത്യൻ ക്രിസ്ത്യൻ ലോകത്തില് പറയുമ്പോൾ നമുക്ക് ശ്വാസം പോകുന്നൊക്കെ തോന്നിയേക്കാം. ക്രിസ്ത്യൻ ഗോളത്തില് ഭാരതത്തിൽ ഒരു ഉണർവ് വരണമെന്ന് പാടിയ ആള് ഞാനാ. ഇന്ത്യയിൽ ഉണർവ് വരണമെന്ന് പാടിയില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഇല്ലെന്ന് തോന്നുന്നു. നാളെ അത് ഭാരതമാവുന്ന നേരത്തെ കർത്താവിന് അറിയായിരുന്നു എനിക്ക് തോന്നുന്നു. ഭാരതം ഉണരണം യേശുവിൽ. I am assigned for Bharadam. Church is assigned for Bharadam. അതിനെ ഫുൾഫിൽ ചെയ്യാൻ you can believe. അതിനെ ഫുൾഫിൽ ചെയ്യാൻ, അതിനെ ചെയ്തെടുക്കാൻ ദൈവദൂതന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. എന്നെ അസൈൻ ചെയ്യാനായിട്ട് ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ സക്സസ്സിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ലൈഫിലുടനീളം ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി ജയത്തിലായിരിക്കുന്നത്. ജയത്തിൽ ജീവിക്കുവാൻ അവൻ എന്നെ ആക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പരാജയമില്ല എന്ന് പറയുന്നത്. കർത്താവ് തന്നെ നമുക്ക് വേണ്ടി ചിലത് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിലും അങ്ങനെയൊരു ജീവിതം അല്ലെങ്കിൽ അങ്ങനെയൊരു അനുഭവം കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. നമുക്കിനിയും ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദറെ, ഈ അമ്മയുടെ പേര് സോഫി എന്നാണ്. ഈ അമ്മയ്ക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നത്, മകൻ്റെ ജീവിതത്തിൽ വിവാഹ തടസ്സങ്ങൾ പലതുണ്ടായിരുന്നു. വളരെയേറെ പ്രയാസത്തോടെയാണ് ഈ അമ്മ നമ്മുടെ പ്രോഗ്രാം കാണുകയും നമ്മുടെ മീറ്റിങ്ങിൽ വന്നുകൊണ്ടേയും ചെയ്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ഈ അമ്മ നമ്മുടെ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തു. അതിൻ്റെ ഫലിതമായി സംഭവിച്ചത് ആ വിവാഹത്തിലുള്ള തടസ്സങ്ങളെല്ലാം മാറുക മാത്രമല്ല, അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടന്നു. ആ മകന്റെ ഭാവി അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് ഈ അമ്മയ്ക്ക് പറയുന്നത്. നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത് പ്രാർത്ഥിച്ചായിരുന്നു. മോന്റെ വിവാഹം വിവാഹം നല്ലതാണ്. അച്ഛൻ പള്ളിയിൽ സമ്മതിക്കുകയില്ലായിരുന്നു വിവാഹം നടക്കാൻ. ഞാൻ എന്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എന്റെ കർത്താവിനെ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. ചേച്ചിയുടെ ഹസ്ബൻഡാണോ? ഈ ചേച്ചി അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ ചില കാര്യങ്ങളെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കർത്താവ് കാണിക്കും. അച്ഛൻ്റെ മോൻ്റെ സാക്ഷ്യം പറയാനാണ് വന്ന് നിൽക്കുന്നത്. ഈ അമ്മയും കൂടെ ഒന്ന് സൗഖ്യമായിട്ട് പോട്ടെ. നിങ്ങൾ എന്നെ അമ്മയും പറഞ്ഞേ, കൈയടിച്ച് ഒരു അമ്മയും പറഞ്ഞേ. ഞാൻ ഈ അമ്മയുടെ വലത്തെ കൈ പിടിക്കുമ്പോഴേ ഈ വലത്തെ കൈക്ക് അമ്മയ്ക്കൊരു പ്രയാസമാണ്. ഭയങ്കര വേദനയാണ്. ഞാൻ ഈ അമ്മയുടെ ഈ തോളിൻ്റെ, ഞാൻ ഈ തൊടുന്ന സ്ഥലത്ത് അമ്മയ്ക്കൊരു നീർക്കെട്ടുണ്ട്. അമ്മയ്ക്ക് ഒരു കാര്യം വലത്തെ കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല, പിന്നെ ഇടത്തെ കൈ കൊണ്ടാണ് കഴിയുന്നത്.
നിങ്ങൾ വിശ്വസിക്കുന്നു ഈ അമ്മയുടെ വലത്തെ കൈ ഇപ്പൊ കർത്താവ് സൗഖ്യമാക്കുന്നു? ഒരു നല്ല ആമേൻ പറഞ്ഞു. അത് മാത്രം സോളി കൈ തന്നെ, നിന്റെ കൈ തന്നെ. ഈ ഭാഗത്ത് അമ്മയ്ക്ക് ഈ ഇടയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ചുളിയുളുപ്പ് പോലെ വരും. അതും ഈ വേദന പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ഇന്ന് കർത്താവ് ഈ രണ്ട് കാര്യവും കർത്താവ് സൗഖ്യമാക്കാൻ പോകുന്നു. ഒരു കാര്യം കൂടെ എന്നെ അമ്മയെ കർത്താവ് കാണിക്കുന്നത്, കർത്താവിനോട് പറയുന്നത് അമ്മയുടെ ഹാർട്ട് ബീറ്റ് ചില സമയത്ത് ഭയങ്കരമായിട്ട് കൂടും, ഭയങ്കരമായിട്ട് വിമിഷ്ടം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാവും. തോന്നാറുണ്ട്. ഞാൻ എന്ന് അമ്മയോട് പറയാം, ഇന്ന് അമ്മ സൗഖ്യമായിട്ടാ പോന്നെ. ആ വിമിഷ്ടം ഉണ്ടാക്കുന്ന പോലെ ഹാർട്ട് ഇടിക്കുന്നത്, ഹാർട്ടിനകത്തുള്ള അസ്വസ്ഥതകള് നിങ്ങൾ വിശ്വസിക്കുന്ന എന്റെ യേശു ഇന്ന് സൗഖ്യമാക്കുകയാണ്. ഈ അമ്മയുടെ മേൽ ഒരു അത്ഭുത സൗഖ്യം നടക്കട്ടെ. ഈ ഷോൾഡർ എന്ന് സൗഖ്യമാകട്ടെ. ഈ ഷോൾഡർ എന്ന് പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഈ ഷോൾഡർ കൊണ്ട് കൈ കൊണ്ട് എടുക്കാൻ കഴിയാത്തത് പരിപൂർണമായി വിടുവിക്കപ്പെടട്ടെ. അങ്ങയുടെ അത്ഭുത കരം ഈ കുടുംബത്തെ തൊടട്ടെ. Right now in the name of Jesus. Right now in the name of Jesus. അച്ഛനും വല്ല മൂത്ര തടസ്സമോ എന്തെങ്കിലും പ്രയാസമോ ഉണ്ടോ അച്ഛാ? മൂത്രം അപ്പച്ചന്റെ ചെവിക്ക് കുറച്ച് കേൾവി കുറവുണ്ട്. അത് അപ്പച്ചന്റെ വലത്തെ ചെവിക്കാണ് പ്രയാസമുള്ളത്. അതെ സാർ. നിങ്ങൾ വിശ്വസിക്കുന്നു ഈ അപ്പച്ചനെ ഇന്ന് കർത്താവ് സൗഖ്യമാക്കി പറഞ്ഞയക്കാൻ പോവാണ്? ഒന്നും കൂടെ ചുണയായിട്ട് കൈയടിച്ച് ഒരു ആമേൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു മോന്റെ സാക്ഷ്യം പറയാൻ വന്നിട്ട് ഒരു ബോണസും കൂടെ കിട്ടിയിട്ട് പോകുന്ന പോലെ ആവട്ടെ. നിങ്ങളെന്താ ചുണയായിട്ട് കൈയടിക്കാത്ത? ആമേൻ പറഞ്ഞു. ഈ അപ്പച്ചന്റെ ചെവി നാളെ ആയിരിക്കും സൗഖ്യമാക്കുന്നത്, ഇപ്പോഴായിരിക്കും സൗഖ്യമാക്കുന്നത്? ഉറക്കെ പറ. സാധാരണ നമ്മളെല്ലാവരും വലത് വശത്ത് നമ്മുടെ ഫോൺ വെക്കുകയൊക്കെ നമ്മൾ ചെയ്യുന്നത് അല്ലേ? വലത്തെ കൈ നമുക്ക് കുറച്ചും കൂടെ സ്വാതന്ത്ര്യം. പക്ഷെ അപ്പച്ചന് വലത് വശത്ത് ഒന്നും വെച്ചാൽ കേൾക്കത്തില്ല. എൻ്റെ യേശു ഇന്നൊരു വലിയ ഇത് വലത്ത് വശം മാത്രമല്ല, രണ്ട് വശത്തെ ചെവിക്കും കേൾവി കുറവുണ്ട്, വലത്ത് കുറച്ചും കൂടെ കൂടുതലുണ്ട്. അങ്ങനെയാണോ അങ്ങനെയാ? ആരെങ്കിലും ഒന്ന് ഫോൺ വിളിച്ചിട്ട് ഈ അച്ഛൻ്റെ കയ്യിലൊന്ന് കൊടുത്തേ. ഇതിന് രണ്ട് ചെവി ഇപ്പൊ കേൾക്കാം കേട്ടോ. ഇവിടെ നിന്നോണ്ടിരുന്നപ്പോ പറയുന്നൊന്നും വ്യക്തമാകത്തില്ലായിരുന്നു, ഇപ്പൊ എല്ലാം വ്യക്തമായിട്ട് കേൾക്കാം. ഈ അമ്മച്ചി എന്നും ഈ അമ്മച്ചനെ വിളിച്ച് പറയും, എന്നും ഒന്ന് കേട്ടിട്ട് വരുന്നേ. സത്യമായിട്ട് പറയുന്ന എപ്പോഴും ഞാൻ പറഞ്ഞു എന്നും ഒന്ന് കേട്ടിട്ട് വരുന്നതാണ് ചോദിക്കുന്നത്. ഇനി ആ ചോദ്യം ഇല്ല, ഇന്ന് മുതൽ അപ്പച്ചൻ കേൾക്കുവാ. ഒന്ന് കൈ അടിച്ചു കർത്താവിനെ സ്തുതിച്ചു. ഫോൺ വെച്ചിട്ട് കേൾക്കാറുണ്ടായിരുന്നു. ഈ അമ്മച്ചിക്ക് പകുതി ശ്വാസം വീണ പോലെ ആയിരിക്കുന്നത് കേട്ടോ. അപ്പുറത്തെ മുറിയിൽ നിന്ന് വിളിച്ചാൽ കേൾക്കത്തില്ല. കേൾക്കുകയല്ലായിരുന്നു, എന്ത് പറഞ്ഞാലും കേൾക്കുകയല്ല. പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ നീ എപ്പോഴാ പറഞ്ഞതെന്ന് എന്നോട് ചോദിക്കുന്നു. അത് വലിയ പ്രശ്നമോ? പക്ഷെ ഇന്ന് അതൊരു തീരുവാ, കർത്താവിന്റെ കൃപയാൽ തീരുവാ. അമ്മയെ അടുത്ത മീറ്റിങ്ങിന് ഒന്ന് സാക്ഷ്യം പറയണം. 6 വർഷമായിട്ട് പിള്ളേരില്ലായിരുന്നു വിവാഹം കഴിച്ചിട്ട്. ഇവിടെ പപ്പായുടെ അനിയൻ 10 വർഷം മുമ്പ് വിവാഹം കഴിച്ചാൽ അവർക്ക് മക്കളില്ല. ഇപ്പം അതിന് സഹോദരി ഒരാളുണ്ട്, അവളെ കിട്ടിച്ചിട്ട് അവർക്ക് മക്കളില്ല. ഇപ്പോൾ ആ 3 സഹോദരങ്ങൾ കൂടി ഒരു കൊച്ചു മാത്രമേ വീട്ടിലുണ്ട്. ഞാൻ അവന് വിശ്വാസമില്ലാത്തവണെങ്കിലും ഒരു പ്രാവശ്യം 2020 അവസാനം ഞാൻ അവരെ 2 പേരെയും കൂട്ടി എൻ്റെ മോളെയും കൂട്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴേ ബ്രദർ അവിടെ വയറെ തൊട്ട് പറഞ്ഞു, എൻ്റെ വയറ്റിലൊരു പ്രശ്നമുണ്ടല്ലോ, അതിപ്പോൾ മാറ്റട്ടെ എന്ന് ചോദിച്ചു. മാറ്റാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് വിട്ടതാണ്. ഈ ഒരു കുഞ്ഞ് മാത്രം 3 പേർക്ക് വീട്ടിൽ കൊച്ചുങ്ങളില്ല, പക്ഷെ ഇവർക്ക് തലമുറ 2020 കർത്താവ് കൊടുത്തതാ. ഇപ്പൊ ആരോഗ്യമുള്ള ഒരു കുഞ്ഞുണ്ടാ. അത് സന്തോഷമുള്ള കാര്യമോ അല്ലെ? ഒരു നല്ല ആമേൻ കൈ അടിച്ചിട്ട് പറഞ്ഞേ, ഈ ഫാമിലിക്ക് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. അപ്പച്ച എങ്ങോട്ടൊന്ന് വന്നേ. അപ്പച്ചന്റെ പേരെന്തുവാ? വിളിച്ചേ. കുറച്ചും കൂടെ മെല്ലെ വിളിക്കാം. ഇനി ഒന്നും പറഞ്ഞാൽ കേൾക്കുകയല്ല. ഇത് മാത്രമല്ല കേട്ടോ, പപ്പായ്ക്കും ചെവി കേൾക്കുകയല്ലായിരുന്നു. 10-60 വയസ്സ് കഴിഞ്ഞ പിന്നെ ഇതങ്ങനെ കേൾക്കണ്ടല്ലോ. നമ്മുടെ കർത്താവിലേക്ക് വരുന്നവർക്ക് എന്തിനാ അനർത്ഥം? എന്തിനാ ഒന്ന് ചേർന്ന് കൈയടിക്കാത്ത? എന്താ
അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ബോണസ് ആയിട്ട് നട്ടിലും കൂടെ സൗഖ്യമാവട്ടെ. ചെവി തുറന്നു, പൈൽസിന്റെ മേൽ ദൈവം സ്പർശിച്ചു എങ്കിൽ ഈ നട്ടെല്ലും കൂടെ അങ്ങ് ശരിയാവട്ടെ. നന്ദി യേശുവേ, നന്ദി യേശുവേ. അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി അപ്പ, അങ്ങയുടെ അത്ഭുതത്തിന് നന്ദി അപ്പ, അങ്ങയുടെ അത്ഭുത കരത്തിന് സ്തോത്രം. സൂപ്പർ നാച്ചുറലായി നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പൊ ഇതിന് തല കുനിഞ്ഞ് ഇരിക്കാനൊക്കെ പറ്റുമോ? ഇങ്ങനെ നേരത്തെ തൊടാൻ പറ്റുമായിരുന്നു? വേന ഉണ്ടായിരുന്നു? അപ്പച്ചൻ തൊട്ടെ. വേന വല്ലതും വരുന്നു നോക്കിക്കേ. ഇല്ല. അപ്പച്ച ഒരു മാസം നന്നായി ജോലി ചെയ്യേ. അതിന്റെ എന്താ സംഭവിച്ചത് എന്നോടൊന്ന് പറ. ടി വി പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ഒക്ടോബർ 22 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മാർത്തോമ സുവിശേഷ സേവിക സംഘം, പ്ലാറ്റിനം ജൂബിലി ഹാൾ, മഞ്ഞാടി, തിരുവല്ല. ടി വി പ്രേക്ഷക സംഗമം പാലക്കാട് ഒക്ടോബർ 23 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. ടി വി പ്രേക്ഷക സംഗമം എറണാകുളത്ത് ഒക്ടോബർ 24 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷനു സമീപം. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും ഒക്ടോബർ 27 രാവിലെ 8:30 മുതൽ. ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അഞ്ചലിൽ. വൈകുന്നേരം 4:30 മുതൽ. ഷീല കല്യാണ മണ്ഡപം, പാറശാല. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുകയാണ്. കർത്താവ് ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങൾക്കായും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഏത് മേഖലയിലാണ് നിങ്ങൾ വേദന അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് പ്രയാസം അനുഭവിക്കുന്നത്, അത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്താട്ടെ. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, സകല ഭാരവും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ. ആ ഭാരത്തെ അവൻ്റെ കരങ്ങളിൽ കൊടുക്കുമ്പോഴാണ് എനിക്ക് കർത്താവിൽ സന്തോഷിക്കാൻ കഴിയുന്നത്. അത് രോഗമാകട്ടെ, സാമ്പത്തിക ഞെരുക്കമാകട്ടെ, അല്ലെങ്കിൽ വീട്ടിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലം ഏതാണെങ്കിലും എന്നെ അലട്ടുന്ന പ്രശ്നത്തെ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ എപ്പോൾ ഏൽപ്പിക്കുന്നോ ആ സമയം മുതൽ ഞാൻ അതിൽ നിന്ന് ഫ്രീ ആകുകയാണ്. നിങ്ങളതിൽ നിന്ന് ഫ്രീ ആകുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവെ, എന്നെ കാണുന്ന കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ക്രിസ്തുവിൽ സന്തോഷിക്കാൻ കഴിയുന്ന, കർത്താവിൽ അനുഗ്രഹത്തോടായിരിക്കാൻ കഴിയുന്ന, റെസ്റ്റ് ചെയ്യുന്ന ഒരു അനുഭവത്തെ കൊടുത്താട്ടെ അപ്പാ. നിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവിക അനുഭവത്തിനായി അപ്പാ, അവിടുത്തെ കരുതലിനായി, എൻ്റെ ജയത്തിനായി അവിടുന്ന് ചെയ്തിരിക്കുന്ന ആ കൃപയ്ക്കായി സ്തോത്രം അപ്പാ. ഹല്ലേലൂയ. കർത്താവെ, കാണുന്ന കുടുംബങ്ങളിലെല്ലാം വലിയ വിടുതലുണ്ടാകണം, വലിയ നിറമുണ്ടാകണം, വലിയ മഹത്വമുണ്ടാകണം. അവർ ജയത്തിൽ സന്തോഷിക്കട്ടെ അപ്പാ, ജയത്തിൽ ജീവിക്കട്ടെ അപ്പാ, ക്രിസ്തുവിൻ്റെ അനുഭവത്തിൽ ജീവിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അപ്പാ, ഈ കുടുംബങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന അവിടുത്തെ നിറവിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. ജയത്തിൽ ജീവിക്കാം. ഗോഡ് ബ്ലെസ് യു.